ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്തത് ശിവന്റെ മുഷ്ടി കൊണ്ട് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. സമയമില്ലാഞ്ഞിട്ടല്ല, നീ അത് താങ്ങത്തില്ല. മിടിക്കകളെ, ഇതിനാണ് നിങ്ങൾ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പരിപാടിയൊക്കെ കാണിച്ചല്ലേ? ആ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലുള്ള കടയല്ലേ? അതേനെ. അപ്പൊ വിഷ്ണുച്ചനെ അറിയാല്ലേ? പിന്നല്ലാതെ. നിങ്ങക്കേ ഇന്ന് വയറ് നിറച്ച ഐസ്ക്രീം വാങ്ങിച്ചു തന്നിട്ടേ കാര്യമുള്ളൂ. പോരെ? വയറ് നിറച്ചോ? അതായത് മതിയാവുന്നവരെ. ആ അങ്ങനെ. പക്ഷേ വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കല്ലേ. വീട്ടിൽ ചെന്ന പിന്നെ വിഷ്ണുച്ചൻ എല്ലാരും കൂടി ശരിയാക്കും. മനസ്സിലായി? ഞാൻ പറയില്ല. ആ, പറയാതിരുന്നാ മതി. നല്ല ആൾക്കാരാ. എനിക്ക് നിങ്ങളെ രണ്ടുപേരും വിശ്വാസമില്ല കേട്ടാ. അത് തന്നെയാ. നിർത്തിക്കോ നിർത്തിക്കോ, ഇത് എന്ന സ്ഥലം. ആ, എനിക്ക് മനസ്സിലായിട്ട്. എനിക്കറിയാം. ഞാനേ പോയിട്ട് മേടിച്ചോണ്ട് കേട്ടാ. പുറത്തേക്ക് ഇറങ്ങല്ലേ. അയ്യോ, കോൺ ഐസ്ക്രീം വാങ്ങിക്കാൻ പറഞ്ഞില്ലല്ലോ സത്യ. അത് അച്ഛന് അറിയാലോ നമുക്ക് ഇഷ്ടമുള്ളത് കോൺ ഐസ്ക്രീം ആണെന്ന്. നോക്ക എന്താ വാങ്ങുന്നേന്ന്. ഹായ്, കോൺ ഐസ്ക്രീം. പിടിച്ചോ. ഹായ്. വയറ് നിറച്ച് വാങ്ങിച്ചാലോന്ന് പറഞ്ഞിട്ട്. ഇപ്പത് പിടി. ബാക്കി നമുക്ക് ബീച്ചിൽ പോകുമ്പോ കഴിച്ചാ പോരെ? അപ്പ ഇന്ന് ബീച്ചിലും പോകുന്നുണ്ടോ? പിന്നല്ലാതെ. എന്നാ പിന്നെ അപ്പ കഴിച്ചാ മതിയല്ലേ സത്യ? അതെ അതെ, അങ്ങനെ മതി. ആ, എന്നാ പിന്നെ കഴിപ്പൊക്കെ ഇനി ജീപ്പിലിരുന്നു മതി കേട്ടാ. പിന്നെ അതെ ദേഹത്തൊന്നും ആക്കല്ലേ. ക്ലാസ്സിൽ പോണ്ടതാ. യൂണിഫോമിലൊന്നും ആക്കരുത് കേട്ടാ. വാ വാ. അപ്പൊ രണ്ടെണ്ണത്തോടും പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ തകർത്ത പോലൊന്നും അല്ല. ബീച്ചിൽ പോയിട്ടേ നമ്മൾ ഡബിള് തകർത്തിട്ടേ വീട്ടിൽ പോവുള്ളൂ കേട്ടാ. ഓക്കേ, അപ്പൊ വൈകിട്ട് കാണാം. അതെ 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 അതെ. എന്തേ മറന്നാ? നിനക്ക് തരാടി. ശിവൻ.
ഞാൻ ഡേവിസ്, ഡെയ്സിയുടെ കഴുത്തിൽ മിന്നു കെട്ടാൻ പോകുന്നവൻ. ഞാൻ ഇതിലും മോശപ്പെട്ട ഒരു അലവലാതിയാന്നാ വിചാരിച്ചത്. രൂപം ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്വഭാവം നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കഷ്ടാ. നീ ഒരു പക്ഷെ വിറയ്ക്കും. എന്നാ നീ ഒന്ന് വിറപ്പിക്ക്, ഞാനൊന്ന് കാണട്ടെ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന എന്റെ വുഡ്വി നിനക്ക് വേണ്ടി ചാകാൻ നടക്കാന്ന് പറഞ്ഞു. പിന്നെ നീ ഏതോ വലിയ സ്റ്റണ്ട് മാസ്റ്ററുടെ കൊച്ചുമകനെ പോലെ സ്റ്റണ്ട് ചെയ്യുന്നൊക്കെ അവള് പറയുന്നേ. അവളുടെ പറച്ചില് കേട്ടപ്പോ ഞാൻ കരുതി നീ ഏതോ 6 അടി പൊക്കവും അതിനൊത്ത വണ്ണവും ഒക്കെയുള്ള ഹീറോ മോഡലിലുള്ള ഉരുപ്പടിയായിരിക്കുന്നു. ഇതെന്നെ അങ്ങ് നിരാശനാക്കി കളഞ്ഞല്ലോടാ. അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുന്നൊരു നാടൻ ചൊല്ലുണ്ട് മലയാളത്തില്. അതെങ്ങനെ മനസ്സിലാക്കി തരുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്തത് ശിവൻ ശിവന്റെ മുഷ്ടി കൊണ്ട് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. സമയമില്ലാഞ്ഞിട്ടല്ല, നീ അത് താങ്ങത്തില്ല. സമയമില്ലാഞ്ഞിട്ടല്ല, നീ എന്നെ കണ്ടപ്പോൾ ഒന്ന് ഭയന്നു. അവള് പറഞ്ഞ പ്രകാരമുള്ള ചങ്കൂറ്റോ ഇരട്ടച്ചങ്കോ ഒന്നും ഞാൻ കാണുന്നുമില്ല. നിന്നെ കൊണ്ട് ഈ ഡേവിസിന്റെ ചെറുവിരൽ പോലും അനക്കാൻ പറ്റില്ലെന്നും മനസ്സിലായി. അവളുടെ കാര്യങ്ങും മറന്നേക്ക്, വിട്ടേക്ക്. അവള് ഡേവിസിന്റെ പെണ്ണ. ഡേവിസിനു വേണ്ടി ഒടേതമ്പുരാൻ സൃഷ്ടിച്ച പെണ്ണ്. ഡേവിസേ, നിന്റെ പേര് കൊള്ളാം, പക്ഷേ ആ പേരിന്റെ സൗന്ദര്യമൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം നീ ഇപ്പൊ ഈ പറഞ്ഞ പെണ്ണ് ഇപ്പോഴും നിന്റെ ഒപ്പമല്ല, എന്റെ ഒപ്പമാ. അവളുടെ മനസ്സ് ഇതിന്റെ അകത്താ, എന്റെ ഈ നെഞ്ചിനകത്ത്. അതില്ലാതാക്കാൻ നിനക്കെന്റെ നെഞ്ചിടിച്ച് കലക്കേണ്ടി വരും. പറ്റുമെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. എങ്കി നീ ആണാണെന്ന് ഞാൻ പറയാം. ഞാൻ ആണാണെന്ന് നീ പറയുന്ന എന്തിനാടാ? എന്റെ പെണ്ണ് പറഞ്ഞ പോരെ, അതവള് പറയും. ഞങ്ങളുടെ മിന്നുകെട്ട് കഴിയുമ്പോ അവള് നിന്നെ കണ്ട മുഖം വെട്ടിച്ച് നടന്നു പോകുമ്പോ മാറി നിന്ന് കണ്ണീർ പൊഴിക്കേണ്ട അവസ്ഥ വരും നിനക്ക്. കണ്ണീരുണ്ടെങ്കിൽ അതല്ല, എല്ലാം അവസാനിപ്പിച്ച് എന്റെ പെണ്ണിനെ എനിക്കായി തന്ന പൊടിയും തട്ടിപ്പോയാ ആയുസിന് കുഴപ്പമില്ല, ആരോഗ്യം മെച്ചപ്പെടും. ഇല്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലേക്ക് എത്തിക്കും ഡേവിസ്.